Environmental Engineering 2, Module 1, Lecture 1. Sewage. What is sewage? Sewage is the liquid waste produced from a community, generally conveyed by a sewer. Sewer means is a pipe or a conduit carrying sewage. And depending upon the nature and source, it is divided into two: domestic sewage and industrial sewage. First one, domestic sewage. Domestic sewage is that which originates in the sanitary conveniences of a dwelling, business house or institutions. Dwelling means is a place of residence. Industrial sewage is the sewage produced from industrial processes such as dyeing, brewing, paper making, steam generation, etc. And the combination of this domestic sewage together with industrial sewage is called sanitary sewage or dry weather flow, DWF. ഇപ്പോൾ സ്യൂവേജ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് വേസ്റ്റ് ആണ്. അതിനെ തന്നെ നേച്ചറും സോഴ്സും വെച്ചിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം: ഡൊമസ്റ്റിക് സ്യൂവേജും ഇൻഡസ്ട്രിയൽ സ്യൂവേജും. ഡൊമസ്റ്റിക് സ്യൂവേജ് എന്ന് പറഞ്ഞത് സ്യൂവേജ് വിച്ച് ഒറിജിനേറ്റ്സ് ഇൻ ദ സാനിറ്ററി കൺവീനിയൻസസ് ഓഫ് ഡ്വെല്ലിംഗ്, ബിസിനസ് ഹൗസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടറിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സ്യൂവേജ്. സ്യൂവേജിനെ നമുക്ക് വേസ്റ്റ് വാട്ടർ എന്നും പറയാം. ദെൻ how to determine the dry weather flow. അപ്പോൾ സ്യൂവേജ് അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ കിട്ടുന്നത് വാട്ടറിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഡ്രൈ വെതർ ഫ്ലോ കണ്ടുപിടിക്കാൻ ഡ്രൈ വെതർ ഫ്ലോ ഈസ് ഡിറ്റർമിൻ ബൈ കൺസിഡറിങ് ദ ഫോളോയിങ് 4 factors, that is infiltration and exfiltration, then nature of industries, population and rate of water supply. അപ്പോൾ ഇതിൽ ഈ 4 ഫാക്ടറും നമ്മൾ കൺസിഡർ ചെയ്യണം ഡ്രൈ വെതർ ഫ്ലോ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ: ഇൻഫിൽട്രേഷൻ ആൻഡ് എക്സ്ഫിൽട്രേഷൻ, നേച്ചർ ഓഫ് ഇൻഡസ്ട്രീസ്, പോപ്പുലേഷൻ, റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ. ഇൻഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ ഇൻഫിൽട്രേഷൻ ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ദ ലീക്കേജ് ഓഫ് വാട്ടർ ഫ്രം ദ ഗ്രൗണ്ട് സറൗണ്ടിങ് ദ സ്യൂവർ. എക്സ്ഫിൽട്രേഷൻ തിരിച്ചാണ്. എക്സ്ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ദ ലീക്കേജ് ഓഫ് സ്യൂവേജ് from the sewer into the ground surrounding the sewer. Then അപ്പോൾ അവിടെ നമ്മൾ റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈയും പറഞ്ഞു, പോപ്പുലേഷൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ കൂടുമ്പോൾ നമ്മുടെ റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ കൂടും, അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് സ്യൂവേജും കൂടും. പിന്നെ നേച്ചർ ഓഫ് ഇൻഡസ്ട്രീസ്, ചില ഇൻഡസ്ട്രീസിന് വാട്ടർ കുറച്ച് മതിയാവും, ചില ഇൻഡസ്ട്രീസ് ആണെങ്കിൽ കൂടുതൽ വാട്ടർ വേണ്ടി വരും. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം ഡ്രൈ വെതർ ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് സാനിറ്ററി സ്യൂവേജ്. അതിൽ സ്യൂവേജ് അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ കിട്ടുന്നത് വാട്ടറിൽ നിന്നാണ്. അപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ പബ്ലിക് വാട്ടർ സപ്ലൈ ഉണ്ട്, പിന്നെ അല്ലാതെ ഇൻഡിവിജ്വൽ വെൽസ്, പിന്നെ അതുപോലെ ലേക്ക്, പോണ്ട്, അങ്ങനെ അതിൽ നിന്നൊക്കെ എടുക്കും. അപ്പോൾ ഇതെല്ലാം സോഴ്സിൽ വരും. സോഴ്സസ് ഓഫ് സാനിറ്ററി സ്യൂവേജ് എന്ന് പറഞ്ഞാൽ വാട്ടർ സപ്ലൈഡ് ടു ദ പബ്ലിക് for domestic purposes by the local authority, then water supplied to the various industries for various industrial processes by the local authority, water drawn from wells by individual houses for their domestic purposes, water supplied by the local authority to various public places such as schools, theatres, hotels, railway stations, etc. Then water drawn from wells, lakes, canals, etc. by industries for their purposes, and infiltration of groundwater into sewers through leaky joints, then unauthorized entrance of rainwater in sewer lines. ഇത്രയാണ് സോഴ്സസ് ഓഫ് സാനിറ്ററി സ്യൂവേജ്. സോഴ്സസ് എന്ന് പറയുമ്പോൾ അപ്പോൾ വാട്ടർ, പബ്ലിക് വാട്ടർ സപ്ലൈയിൽ നിന്ന് കിട്ടുന്ന വാട്ടർ, അത് ഡൊമസ്റ്റിക് പർപ്പസിനാവാം, ഇൻഡസ്ട്രിയലാവാം. അതിൽ നിന്നെല്ലാം വേസ്റ്റ് വാട്ടർ വരും. അത് 2 സോഴ്സാണ്. അതുപോലെ ഇൻഡിവിജ്വൽ ഹൗസിന് വേണ്ട അവിടെ ഇൻഡിവിജ്വൽ ഹൗസസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വെൽസ്, വാട്ടർ ഡ്രോൺ ഫ്രം വെൽസ്, പിന്നെ അതുപോലെ ലേക്സ്, പോൺസ്, ഇവിടെ നിന്നെല്ലാം ഡൊമസ്റ്റിക് പർപ്പസിന് എടുക്കാം വാട്ടർ, അതുപോലെ ഇൻഡസ്ട്രിയൽ യൂസിന്, ഇതെല്ലാം സോഴ്സിൽ
വരും. പിന്നെ അതുപോലെ ഇൻഫിൽട്രേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, പിന്നെ ഇൻഫിൽട്രേഷൻ അല്ലാതെ അൺഓതറൈസ്ഡ് എൻട്രൻസ് ഓഫ് റെയിൻ വാട്ടർ ഇൻ സ്യൂവർ ലൈൻസ് സോഴ്സസ് ഓഫ് സാനിറ്ററി സ്യൂവേജ് ആണ്. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് സാനിറ്ററി സ്യൂവേജ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഫോർ ഡിറ്റർമിനിങ് ദി ഡ്രൈ വെതർ ഫ്ലോ 4 ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം: ഇൻഫിൽട്രേഷൻ, എക്സ്ഫിൽട്രേഷൻ, റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ, നേച്ചർ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് പോപ്പുലേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് സാനിറ്ററി സ്യൂവേജ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സപ്ലൈഡ് പ്ലസ് അഡീഷൻസ് ഡ്യൂ ടു ഇൻഡസ്ട്രീസ് മൈനസ് സബ്ട്രാക്ഷൻസ്. അപ്പോൾ ഇവിടെ ഒരു അഡീഷനും പറഞ്ഞു, സബ്ട്രാക്ഷനും പറഞ്ഞു. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സപ്ലൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻ കേസ് ഓഫ് സ്മോൾ ടൗൺ ആണെങ്കിൽ 135 liters per capita per day. ഇൻ കേസ് ഓഫ് ലാർജ് ടൗൺ 200 liters per capita per day. ഇതിൻ്റെ ഒരു ഏകദേശം ഒരു 70 to 80% ആണ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, ക്വാണ്ടിറ്റി ഓഫ് സ്യൂവേജ്. നെറ്റ് ക്വാണ്ടിറ്റി ഓഫ് സ്യൂവേജ് എന്ന് പറഞ്ഞാൽ 70 to 80% ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സപ്ലൈഡ്. ദെൻ പ്ലസ് അഡീഷൻസ് എന്ന് പറയുമ്പോൾ ഈ അഡീഷൻസ് ആർ ഡൺ ഡ്യൂ ടു പ്രൈവറ്റ് വാട്ടർ സപ്ലൈസ് ആൻഡ് ഇൻഫിൽട്രേഷൻ ഓഫ് വാട്ടർ. പ്രൈവറ്റ് വാട്ടർ സപ്ലൈ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ വെൽസ്, ലേക്സ്, പോൺസ് എക്സെട്ര ആൻഡ് ഇൻഫിൽട്രേഷൻ, അതിലാണ് അഡീഷൻ വരുന്നത്. ദെൻ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് 200 liters per capita per day ഈസ് ദ റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ ആണെങ്കിൽ ആ 200 നമ്മൾ വേസ്റ്റ് വാട്ടറായിട്ട് വരുന്നില്ല, അല്ലെങ്കിൽ സ്യൂവേജ് ആയിട്ട് വരുന്നില്ല. അതിൽ കുറച്ച് നമ്മൾ ഡ്രിങ്കിങ്, കുക്കിംഗ്, ലോൺ വാട്ടറിങ്, ഗാർഡനിങ് എക്സെട്ര, അപ്പോൾ അതിന് പോവും. അതാണ് അവിടെ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് സാനിറ്ററി സ്യൂവേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സപ്ലൈഡ് പ്ലസ് അഡീഷൻസ് ഡ്യൂ ടു ഇൻഡസ്ട്രീസ് മൈനസ് സബ്ട്രാക്ഷൻസ്. And the net quantity of sewage may be taken as 70 to 80% of the quantity of water supplied. ഇനി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് സാനിറ്ററി സ്യൂവേജ് ഈസ് ഈക്വൽ ടു പോപ്പുലേഷൻ ഇൻറ്റു പെർ ക്യാപിറ്റ വാട്ടർ സപ്ലൈ ഇൻറ്റു ഫാക്ടർ. ആ ഫാക്ടർ മീൻസ് 70 to 80% ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സപ്ലൈഡ്. ഇപ്പോൾ പെർ ക്യാപിറ്റ വാട്ടർ സപ്ലൈ അറിയെങ്കിൽ അതിനെ പോപ്പുലേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സപ്ലൈഡ് കിട്ടും. അതേ ഇൻറ്റു 70 to 80% ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് സ്യൂവേജ്. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്രൈ വെതർ ഫ്ലോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 10 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളതാണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ, ദെൻ പോപ്പുലേഷൻ ഗ്രോത്ത്, ടൈപ്പ് ഓഫ് ഏരിയ സെർവ്ഡ് ആൻഡ് ഇൻഫിൽട്രേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ മെയിൻലി 4 factors affecting the dry weather flow: rate of water supply, population growth, type of area served and infiltration of groundwater. Rate of water supply, when the rate of water supply increases, the sewage quantity or dry weather flow also increases. And the population growth, similarly നമ്മൾ rate of water supply പറഞ്ഞ മാതിരി when the population increases the dry weather flow also increases. ആ പോപ്പുലേഷൻ്റെ പറയുമ്പോൾ പോപ്പുലേഷൻ കൂടുമ്പോൾ ഡ്രൈ വെതർ ഫ്ലോ കൂടുമെന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ കൂടുമ്പോൾ റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈയും കൂടും, അതനുസരിച്ച് സ്യൂവേജിൻ്റെ ക്വാണ്ടിറ്റി കൂടും. പോപ്പുലേഷൻ ഗ്രോത്ത് പറയുമ്പോൾ നമ്മൾ സ്യൂവേജ് ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ പ്രസൻറ്റ് പോപ്പുലേഷൻ അല്ല ഫ്യൂച്ചർ പോപ്പുലേഷന് വേണം ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് വിൽ ബി ഡൺ. പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് S7 വാട്ടർ സപ്ലൈയിൽ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുക. പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് ആർ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ്, ജോമെട്രി ഇൻക്രീസ് മെത്തേഡ്, ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ്, ഡിക്രീസ് ഗ്രോത്ത് റേറ്റ് മെത്തേഡ്, സിമ്പിൾ ഗ്രാഫിക്കൽ, കമ്പാരിറ്റീവ് ഗ്രാഫിക്കൽ, മാസ്റ്റർ പ്ലാൻ മെത്തേഡ്, അപ്പോർഷൻമെൻറ്റ് മെത്തേഡ് ആൻഡ് ലോജിസ്റ്റിക് കർവ് മെത്തേഡ്. അപ്പോൾ വെൻ ദ പോപ്പുലേഷൻ ഇൻക്രീസസ് the amount of sewage flow അല്ലെങ്കിൽ quantity of sewage also increases. Then type of area served. Type of area served means whether it is residential or an industrial area. അപ്പോൾ ടൈപ്പ് ഓഫ് ഏരിയ എന്ന് അവിടെ ഉദ്ദേശിച്ച് റെസിഡൻഷ്യൽ ആണോ ഇൻഡസ്ട്രിയൽ ആണോ എന്നുള്ളതാണ്. അപ്പോൾ ദ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് വാട്ടർ
produced depends upon whether the area to be served is residential, commercial or industrial, and the wastewater from the residential area directly depends upon the rate of water supply. And if there is no infiltration of water in the sewers and if there are no private source of supply, the wastewater produced from the residential area may be assumed to be equal to 70 to 80% of the quantity of water supplied. And the amount of wastewater produced from the industrial locality depends upon the type of industries and their corresponding industrial പ്രോസസ്സസ്. അപ്പോൾ ഇൻഡസ്ട്രിയുടെ നമ്മൾ പറയുമ്പോൾ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിനെ അനുസരിച്ചിരിക്കും അവിടെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് വേസ്റ്റ് വാട്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത് കൂടുകയോ കുറയോ ചെയ്യാം. ദെൻ ഇൻഫിൽട്രേഷൻ ഓഫ് സബ്സോയിൽ വാട്ടർ ഓർ ഗ്രൗണ്ട് വാട്ടർ. That is, groundwater or subsoil water may infiltrate into the sewers through leaky joints. But due to infiltration, the quantity of flow through the sewer increases. ഇനി തിരിച്ച് എക്സ്ഫിൽട്രേഷൻ ആണെങ്കിൽ എക്സ്ഫിൽട്രേഷൻ റിസൾട്ട്സ് ഇൻ ഡിക്രീസ് ഇൻ ദ ഫ്ലോ ആൻഡ് കോൺസിക്വൻറ്റ് ഇൻക്രീസ് ഇൻ ദ പൊല്യൂഷൻ ഓഫ് ദി ഗ്രൗണ്ട് വാട്ടർ. ആൻഡ് ഇൻഫിൽട്രേഷൻ ഓഫ് വാട്ടർ ഇൻ ടു sewers depends on the depth of sewer below groundwater level, then size of sewer, length of sewer through infiltration prone zone, nature and type of soil through which sewer is laid, type of joints, workmanship, then sewer materials. ഇത്രയാ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്രൈ വെതർ ഫ്ലോ. അപ്പം ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറഞ്ഞത് നമ്മൾ കണ്ടുപിടിക്കാനും അതിലെ ഫാക്ടേഴ്സ് അഫക്റ്റിങ്ങും പറഞ്ഞു. ഇനി ഇതുപോലെ വെറ്റ് വെതർ ഫ്ലോ ഉണ്ട്. ആ വെറ്റ് വെതർ ഫ്ലോ എന്ന് പറഞ്ഞാണ് സ്റ്റോം വാട്ടർ. അപ്പോൾ സ്റ്റോം വാട്ടർ ഈസ് ദ ലിക്വിഡ് flowing in sewers during or following a period of rainfall. That means it indicates the rainwater of the locality. And the quantity of storm water, which is known as wet weather flow or WWF. But dry weather flow DWF, wet weather flow WWF. And this wet weather flow involves various factors such as intensity of rainfall, characteristics of the catchment area and duration of the storm. Then estimation of wet weather flow. വെറ്റ് വെതർ ഫ്ലോ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ സ്റ്റോം വാട്ടർ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ അതിനെ നമുക്ക് പീക്ക് ഡ്രെയിനേജ് ഡിസ്ചാർജ് ഓർ പീക്ക് റൺ ഓഫ് എന്ന് പറയാം. ഇത് കണ്ടുപിടിക്കാൻ ഫോർ എസ്റ്റിമേറ്റിംഗ് ദ പീക്ക് റൺ ഓഫ് റാഷണൽ ഫോർമുല ഈസ് യൂസ്ഡ്. Rational formula states that QP is equal to 1/36 into K into PC into A, where QP is the peak drainage discharge in Qmex, K average coefficient of runoff, PC critical rainfall intensity in centimeters per hour, and A is the area of catchment in hectares. ഇതിൽ QP പീക്ക് ഡ്രെയിനേജ് ഡിസ്ചാർജ് ആണ്. കെ എന്ന് പറഞ്ഞാൽ ആവറേജ് കോയിഫിഷ്യൻ്റ് ഓഫ് റൺ ഓഫ്. അത് കണ്ടുപിടിക്കാൻ ഇപ്പോൾ സപ്പോസ് ദ ടോട്ടൽ ഏരിയ ഈസ് ഡിവൈഡഡ് ഇൻറ്റു സ്മോളർ ഏരിയാസ് A1, A2, A3 etc. AN ഹാവിംഗ് റൺ ഓഫ് കോയിഫിഷ്യൻ്റ് വാല്യൂസ് K1, K2, K3 etc. KN. Then average coefficient of run of K is equal to K1 A1 plus K2 A2 plus etc. KN AN divided by A1 plus A2 plus etc. plus AN. Then PC critical rainfall intensity in centimeters per hour. പിന്നെ critical rainfall intensity എന്ന് പറയുമ്പോൾ ഇപ്പോൾ സപ്പോസ് when a rainfall is applied to an impervious surface at a constant rate, the resultant runoff from the surface would finally reach a rate equal to the rainfall. That is, in the beginning only a certain portion of water will reach the outlet, but after some time the entire area will start contributing to the runoff. The time at which the entire area will start contributing to the runoff is called time of concentration. And the rainfall intensity having duration equal to the time of concentration is called critical rainfall intensity. And this unit is centimeters per hour, and this
critical rainfall intensity is calculated by using this equation, that is 75 by t plus 10 or 100 divided by t plus 20. അതിൽ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യണത് ടി എന്ന് പറഞ്ഞത് ടൈം ഓഫ് കോൺസെൻട്രേഷൻ. വെൻ ദ ടൈം ഓഫ് കോൺസെൻട്രേഷൻ റേഞ്ചസ് ഫ്രം 5 to 20 minutes, use a first equation, that is 75 by t plus 10. Time of concentration ranges from 20 to 100 minutes, use second equation, that is 100 by t plus 20, where t is the time of concentration in minutes and A is the area of catchment in hectares. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. പി സി കണ്ടുപിടിക്കാൻ തരുന്ന ടൈം ഓഫ് കോൺസെൻട്രേഷൻ 5 to 20 minutes ആണെങ്കിൽ 75 by t plus 10 എടുക്കുക. 20ക്കും 100നും ഇടയ്ക്കാണെങ്കിൽ 100 by t plus 20. പിന്നെ ഇതിലെ ടൈം ഓഫ് കോൺസെൻട്രേഷൻ ഇൻ മിനിറ്റ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റാഷണൽ ഫോർമുല എഴുതാനും അല്ലെങ്കിൽ ഹൗ ടു ഡിറ്റർമിൻ ദി വെറ്റ് വെതർ ഫ്ലോ. ഇനി റൺ ഓഫ് കോയിഫിഷ്യൻ അല്ലെങ്കിൽ ആവറേജ് കോയിഫിഷ്യൻ്റ് റൺ ഓഫ് കെ എന്ന് പറഞ്ഞാൽ റൺ ഓഫ് ദ റേഷ്യോ ബിറ്റ്വീൻ റൺ ഓഫ് ആൻഡ് precipitation. Then if the runoff coefficient value, that is K value, increases with the imperviousness of the area, and the value of K equal to 0.9 to 1 for paved areas and K equal to 0.15 for lawns and gardens. Then time of concentration, നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞു ടൈം എന്ന് പറഞ്ഞത് മാക്സിമം ടൈം ടേക്കൺ ബൈ എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ടു ട്രാവൽ ഫ്രം ഫാർദസ്റ്റ് പോയിൻറ്റ് ഓർ റിമോട്ട് പോയിൻറ്റ് ടു ദ ഔട്ട്ലെറ്റ് ഓഫ് ദ കാച്ച്മെൻറ്റ്. അപ്പോൾ ആ ഫിഗറിൽ കാണുമ്പോൾ എ എന്ന് പറഞ്ഞതാണ് നമ്മുടെ റെയിൻഫോൾ അപ്ലൈ ചെയ്യുന്ന സ്ഥലം. ദറ്റ് ഈസ് അവിടുന്ന് ആ വാട്ടർ റീച്ച് ചെയ്ത് ആദ്യം ഇൻലെറ്റിലെത്തണം, ഇൻലെറ്റിൽ നിന്ന് പിന്നെ ഔട്ട്ലെറ്റ്. അപ്പോൾ ദ ടൈം ടേക്കൺ ബൈ വാട്ടർ ടു റീച്ച് the outlet from the most remote point of the drainage area is called time of concentration. It is divided into two: inlet time or overland flow time or time of equilibrium or time of entry. അതിനെ ഡിനോട്ട് ചെയ്യണേ ടി ഐ. അപ്പോൾ ടി ഐ എന്ന് പറഞ്ഞാൽ ദ ടൈം ടേക്കൺ ബൈ വാട്ടർ ടു റീച്ച് ദ ഇൻലെറ്റ് ഫ്രം ദ മോസ്റ്റ് റിമോട്ട് പോയിൻ്റ് ഓഫ് ദ ഡ്രെയിനേജ് ഏരിയ. അപ്പോൾ എയിന്ന് ആ ഇൻലെറ്റ് വരെ എത്താൻ വേണ്ട സമയമാണ് ഇൻലെറ്റ് ടൈം. Then second, channel flow time or gutter flow time or time of flow, TF എന്ന് പറഞ്ഞാൽ ഇൻലെറ്റിൽ നിന്ന് ഔട്ട്ലെറ്റ് വരെ എത്താൻ വേണ്ട സമയം. ദ ടൈം ടേക്കൺ ബൈ ദി വാട്ടർ ടു റീച്ച് ദ ഔട്ട്ലെറ്റ് ഫ്രം ദ ഇൻലെറ്റ് ഓർ ദ മൗത്ത് ഓഫ് ദ ഡ്രെയിൻ, ദറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ TF. And TI is calculated by using the equation TI is equal to 0.885 into L cube by H raised to 0.385, where L is the length of overland flow in kilometers and H is the total fall of level from the critical point to the mouth of the drain in meters. And the time of flow is determined by assuming the velocity of flow in the drain and measuring the length of the drain. Then time of flow TF is equal to length of the drain divided by velocity in the drain. Then the total time of concentration, that is denoted by TC, equal to TI plus TF, inlet time plus outlet time or time of flow. Then next a problem. First is find the dry weather flow in meter cube per second produced by a community with a population 1 lakh, supplied water at a rate of 200 LPCD and 80% of which becomes as sewage. But dry weather flow കണ്ടുപിടിക്കണം. പോപ്പുലേഷൻ 1 lakh, റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ 200 LPCD. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട, ഒരുമിച്ച് വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ സെപ്പറേറ്റും ചെയ്യാം. ക്വാണ്ടിറ്റി ഓഫ് ഡ്രൈ വെതർ ഫ്ലോ ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ പോപ്പുലേഷൻ ഇൻറ്റു റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ ഇൻറ്റു ഫാക്ടർ. ഫാക്ടർ എന്ന് പറഞ്ഞാൽ 70 to 80%. അത് ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ 80% തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ 200, പോപ്പുലേഷൻ 1 lakh. അപ്പോൾ 1 lakh ഇൻറ്റു 200 ഇൻറ്റു 0.8, 80%. അപ്പോൾ കിട്ടുന്ന ആൻസർ 0.185. ഇത്
ഡയറക്റ്റ് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞത് ഇൻ ലിറ്റേഴ്സ് പെർ ഡേ. ആ ലിറ്ററിനെ മീറ്റർ ക്യൂബ് ആക്കാൻ ഡിവൈഡഡ് ബൈ 1000, പെർ ഡേയെ സെക്കൻഡ് ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 24×60×60. അത് ചെയ്യുമ്പോഴാണ് 0.185 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ക്വസ്റ്റ്യനിൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെ കൺവേർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ലിറ്റേഴ്സ് പെർ ഡേയിലിട്ടാലും മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, assuming that the surface on which the rain falls in a district is classified as follows: 20% of the area consists of roof, for which the runoff ratio is 0.9. 20% of the area consists of pavements, for which runoff ratio is 0.85. 5% of the area consists of paved yards of houses, for which runoff ratio is 0.8. 15% of area consists of macadam roads, for which runoff ratio is 0.4. 35% of the area consists of lawns, gardens and vegetable plants, for which runoff ratio is 0.1. And the remaining 5% of the area is wooded, for which the runoff ratio is 0.05. Determine the coefficient of runoff for the area if the total area of the district is 36 hectares and the maximum rain intensity is taken as 5 cm per hour. What is the total runoff for the district? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ രണ്ട് പാർട്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ ദ ആവറേജ് കോഎഫിഷ്യൻ്റ് ഓഫ് റൺ ഓഫ്. അത് കണ്ടുപിടിക്കാൻ ആ ഏരിയയെ പല പല ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തു. റൂഫ്, പിന്നെ പെർമനൻറ്റ്, പേർഡ് യാർഡ്സ്, അങ്ങനെ ഓരോന്ന് ഡിവൈഡ് ചെയ്തു. കറസ്പോണ്ടിങ് ഏരിയ അറിയാം, റൺ ഓഫ് കോഎഫിഷ്യൻ്റ് വാല്യൂസും അറിയാം. അപ്പോൾ K1 എന്ന് പറഞ്ഞത് ടൈപ്പ് ഓഫ് ഇത് റൂഫാണ്, അതിൻ്റെ റൺ ഓഫ് കോഎഫിഷ്യൻ്റ് വാല്യൂ 0.9. A1 എന്ന് പറഞ്ഞത് 20% ഓഫ് ദ ടോട്ടൽ ഏരിയ, ദാറ്റ് മീൻസ് 20% ഓഫ് 36. അത് ഓരോ പ്രാവശ്യവും ചെയ്യേണ്ട. 20% ഓഫ് 36 അല്ലെങ്കിൽ 15% എന്ന് വെച്ചാൽ ഡിവൈഡഡ് K കണ്ടുപിടിക്കാൻ K1 A1 പ്ലസ് K2 A2 പ്ലസ് എക്സെട്ര KN AN ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര AN. അതിൽ താഴത്തെ ഇതിൽ കോമൺ ആയിട്ട് മേളിൽ നിന്ന് A എടുക്കുമ്പോൾ രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്യും. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ K കണ്ടുപിടിക്കാൻ അപ്പോൾ K1 റൺ ഓഫ് കോഎഫിഷ്യൻ്റ് വാല്യൂ 0.9, K2 0.85, K3 0.8, K4 0.4, K5 0.1, ദെൻ K6 എന്ന് പറഞ്ഞത് 0.05. A1 എന്ന് പറഞ്ഞത് 20% ഓഫ് 36, A2 20% of 36, A3 5% of 36, A4 15% of 36, A5 35% of 36, A6 5% of 36. വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുക K = 0.4875. അപ്പോൾ ആവറേജ് കോഎഫിഷ്യൻ്റ് ഓഫ് റൺ ഓഫ് കിട്ടി. ദെൻ സെക്കൻഡ് പാർട്ട്, if the maximum rainfall intensity is taken as 5 cm per hour, what is the total runoff for the district? Total runoff എന്ന് പറഞ്ഞത് storm water quantity കണ്ടുപിടിക്കാൻ യൂസ് റാഷണൽ ഫോർമുല. QP is equal to 1/36 into K into PC into A. 1/36 into K 0.4875 into PC critical rainfall intensity ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റു 5 into A area of catchment in hectares, that is 36, equal to 2.4375 cumex or meter cube per second. Then second question, the drainage area of one sector of a town is 12 hectares. The classification of the surface of this area is as follows: the percentage of the total surface area 20 20 15 30 15. Type of surface: hard permanent, roof surface, unpaved street, garden and lawn, wooded area. Coefficient of runoff 0.85, 0.8, 0.2, 0.2, 0.15. If the time of concentration for the area is 30 minutes, find the maximum runoff. Use formula R equal to 900 divided by T plus 60, that is equal to the rainfall intensity in millimeter per hour. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രോബ്ലം മാതിരി തന്നെയാണ്. അതിൽ വേർഡ്സിൽ ഇങ്ങനെ ഓരോന്ന് എഴുതുന്നതിന് വരെ ഇവിടെ ടാബ്ലർ കോളത്തിൽ തന്നിട്ടുണ്ട്. പക്ഷേ ടൈം ഓഫ് കോൺസെൻട്രേഷൻ 30 മിനിറ്റ്സ് എന്ന് പറയുന്നുണ്ട്. മാക്സിമം റൺ ഓഫ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.
അതിന് ആർ, ഇവിടെ ആറെന്ന് പറഞ്ഞത് റെയിൻഫോൾ ഇൻറ്റൻസിറ്റി. നമ്മുടെ റാഷണൽ ഫോർമുലയിൽ റെയിൻഫോൾ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞത് ഇൻ സെൻറ്റിമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ അതിൽ പി സി എന്ന് പറഞ്ഞതാണ്, ഇവിടെ പി സിക്ക് പകരം ആറെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആർ കണ്ടുപിടിക്കാൻ 900 ഡിവൈഡഡ് ബൈ ടി പ്ലസ് 60, അവിടെ ടി എന്ന് പറഞ്ഞത് ടൈം ഓഫ് കോൺസെൻട്രേഷൻ ഇൻ മിനിറ്റ്സ്. അപ്പോൾ ആ ടൈം ഓഫ് കോൺസെൻട്രേഷൻ 30 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആർ ഈക്വൽ ടു അല്ലെങ്കിൽ പി സി ഈക്വൽ ടു 900 ഡിവൈഡഡ് ബൈ 30 പ്ലസ് 60. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആൻസർ 10 മില്ലിമീറ്റർ പെർ അവർ. പക്ഷേ നമ്മുടെ റാഷണൽ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ആ സെൻറ്റിമീറ്റർ പെർ അവറിലോട്ട് ഇടുക. അപ്പോൾ 1 സെൻറ്റിമീറ്റർ പെർ അവർ ദാറ്റ് ഈക്വൽ ടു പി സി. ഇനി റാഷണൽ ഫോർമുലയിൽ ക്യൂ പി ഈസ് ഈക്വൽ ടു, അതിന് മുമ്പിൽ കെ വാല്യൂ കണ്ടുപിടിക്കണം. കെ നേരത്തെ സെയിം മെത്തേഡിൽ തന്നെയാണ്. K1 A1 പ്ലസ് K2 A2 പ്ലസ് എക്സെട്ര KN AN ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര AN. ഇവിടെ ഇപ്പോൾ A1 എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ 20% ഓഫ് 12, A2 20% ഓഫ് 12, A3 15% ഓഫ് 12, A4 30% ഓഫ് 12, A5 15% ഓഫ് 12. പിന്നെ K1 0.85, K2 0.8, K3 0.2, K4 0.2 ആൻഡ് K5 0.15. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യൂ പി ഈസ് ഈക്വൽ ടു 1/36 ഇൻറ്റു കെ ഇൻറ്റു പി സി ഇൻറ്റു എ. അപ്പോൾ ആൻസർ ഈസ് 0.1475 ക്യൂമെക്സ്.